അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗ് എക്സാമിനേഷന് ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുകയാണ് അല്ലേ. പക്ഷേ എന്തുകൊണ്ടൊക്കെയോ പലരുടെയും പേര് ഇതിൽ ഉൾപ്പെട്ട് വന്നിട്ടില്ല. ടോട്ടൽ കാൻഡിഡേറ്റ്സ് വന്നിരിക്കുന്നത് 131. ഹൈ ഓൾ, വെൽക്കം ബാക്ക് ടു എജിസ് അക്കാഡമി. നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗ് എക്സാമിനേഷന് ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുകയാണ് അല്ലേ. സോ ആ ലിസ്റ്റ് എല്ലാവരും ഒക്കെ കണ്ടിട്ടുണ്ടാവും. എനിവേ, നമ്മുടെ ലിസ്റ്റിൽ കയറിപ്പറ്റിയ അല്ലെങ്കിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതുകൂടാതെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും പല കുട്ടികൾക്കൊന്നും ഈ പറയുന്ന ഷോർട്ട് ലിസ്റ്റിൽ ഇടം നേടാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അത് നമ്മൾ ഡിസ്കസ് ചെയ്യാനിവിടെ. അതായത് ഈ ശരിക്കും ഈ ഷോർട്ട് ലിസ്റ്റ് എന്താണ് സംഭവിച്ചത്, അപ്പൊ അതിന്റെ കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും ഈ വീഡിയോയിലൂടെ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കി, ഈ ഒരു എക്സാമിനേഷൻ കഴിഞ്ഞ ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എക്സാം എഴുതിയ ഒരുപാട് കുട്ടികൾക്ക് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നു അല്ലേ. സോ എല്ലാവരുടെയൊക്കെ പ്രതീക്ഷ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിലും മിക്കവാറും ഒക്കെ ഷോർട്ട് ലിസ്റ്റിൽ അവരുടെ പേര് അല്ലെങ്കിൽ അവരുടെ റോൾ നമ്പർ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ, ഒരു വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടൊക്കെയോ പലരുടെയും പേര് ഇതിൽ ഉൾപ്പെട്ട് വന്നിട്ടില്ല. അപ്പൊ ബേസിക്കലി നമ്മൾ അതിന്റെ കട്ട് ഓഫ് മാർക്ക് കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടില്ല. അതായത് നോക്കിയാൽ ഇതായിരുന്നു, അല്ലെങ്കിൽ ഇത് നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് വന്നതിന്റെ ഒരു നട്ട്ഷെൽ എന്ന് പറയുന്ന ഇതാണല്ലോ. അതായത് നോക്കി, ബൈ ട്രാൻസ്ഫർ കാറ്റഗറിയിലാണെങ്കിൽ കട്ട് ഓഫ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 51.67 മാർക്കാണ്. ബൈ ട്രാൻസ്ഫർ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്ന കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് 51 അല്ലെ. 51 കാൻഡിഡേറ്റ്സ് ആണ് ബൈ ട്രാൻസ്ഫർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിൽ കട്ട് ഓഫ് ആയിട്ട് വന്നിരിക്കുന്നത് 53.33 മാർക്കാണ്. ടോട്ടൽ കാൻഡിഡേറ്റ്സ് വന്നിരിക്കുന്നത് 131. അപ്പൊ ഇതിൽ കുറച്ച് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ട് അല്ലേ. അതായത് നമുക്കറിയാം, ഈ ബൈ ട്രാൻസ്ഫറിൽ ഉൾപ്പെട്ടിട്ടുള്ള പലരും തന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് കാറ്റഗറിയിലും ഉൾപ്പെട്ടിട്ടുണ്ടാവും. സോ ടോട്ടൽ നമ്മൾ ആ ഡ്യൂപ്ലിക്കേറ്റ്സ് ഒക്കെ മാറ്റിക്കഴിഞ്ഞാൽ 144 അല്ലേ, ഏകദേശം 144 കാൻഡിഡേറ്റ്സ് ആണ് ഈ ഷോർട്ട് ലിസ്റ്റിൽ ഇടം നേടിയിരിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് കുട്ടികൾക്ക് മെസ്സേജ് വന്നിരുന്നു PSCയുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ശരിക്കും യൂഷ്വലി PSC ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് നോക്കി, നമുക്കൊരു 150 കാൻഡിഡേറ്റ്സിന്റെ റിക്വയർമെന്റ് ഉണ്ട് എന്നിരിക്കട്ടെ. സോ അങ്ങനെയാണെങ്കിൽ എന്താണ്, യൂഷ്വലി ഒരു 200 പേർക്കൊക്കെ PSC മെസ്സേജ് അയക്കും. കാരണം എന്തെങ്കിലും കാരണം കൊണ്ട് ഈ പറഞ്ഞ ചില കാൻഡിഡേറ്റ്സിനൊന്നും അവർ ഈ പറഞ്ഞ നമ്മുടെ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്നില്ല എങ്കിൽ അവരെ നമ്മൾ ഷോർട്ട് ലിസ്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഏറെ കാൻഡിഡേറ്റ്സിന് ഈ പറയുന്ന മെസ്സേജ് അയക്കുക. അതുകൂടാതെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇൻ സർവീസ് കാൻഡിഡേറ്റ്സിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. അതായത് 2 years കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു നിബന്ധന ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എലിജിബിൾ അല്ലാത്ത കാൻഡിഡേറ്റ്സിന് അവർ യൂഷ്വലി ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്താറില്ല കേട്ടോ. അപ്പൊ അതാണ് ഒരു കാരണമായിട്ട് വരിക. അതായത് മെസ്സേജ് വന്നിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഈ പറഞ്ഞ ഷോർട്ട് ലിസ്റ്റിൽ ഇടം നേടാതിരിക്കാനുള്ള കാരണം അതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിന്റെ കട്ട് ഓഫ് അല്ലെ 51.67 ആണ് ട്രാൻസ്ഫർ കാൻഡിഡേറ്റ്സിന്റെ കട്ട് ഓഫ്. ഡയറക്റ്റ് ആണെങ്കിൽ 53.33 ആണ് വരിക. അപ്പൊ നോക്കി, നമ്മൾ എക്സാം കഴിഞ്ഞതിന് ശേഷം ഒരു എക്സിറ്റ് സർവേ ഒക്കെ നമ്മൾ നടത്തിയിരുന്നു അല്ലേ. അതിൽ നമ്മൾ കട്ട് ഓഫ് ആയിട്ട് നമ്മൾ പ്രഡിക്റ്റ് ചെയ്തിരുന്നത് 47 അല്ലെ, 47 +or-3 അല്ലെ. അതായത് ഏകദേശം 50 അടുപ്പിച്ച് അല്ലെ, 50 അടുപ്പിച്ചുള്ള ഒരു കട്ട് ഓഫ് ആണ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ യൂഷ്വലി കട്ട് ഓഫ് നമ്മൾ അന്നേ പറഞ്ഞിരുന്നു. കട്ട് ഓഫ് പ്രഡിക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ എക്സാം കഴിഞ്ഞിട്ട് സ്റ്റുഡൻസ് തരുന്ന ഫീഡ്ബാക്ക്, അവർ എത്ര മാർക്കായിരിക്കും അവർക്ക് കിട്ടുക എന്നുള്ള ഒരു പ്രഡിക്ഷൻ അനുസരിച്ചിട്ടാണ് നമുക്ക് അതിന്റെ ഡേറ്റ കിട്ടുക. അതനുസരിച്ചിട്ടാണ് നമ്മൾ കട്ട് ഓഫും പ്രഡിക്റ്റ് ചെയ്യുക അല്ലെ. അപ്പൊ ഏകദേശം അടുത്തേക്ക് വന്നിട്ടുണ്ട് എങ്കിലും ശരിക്കും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല കുട്ടികൾ ഇപ്പം ശരിക്കും ഇന്നലെ ഞാൻ കുറെ കുട്ടികൾ മെസ്സേജ് അയച്ചിരുന്നു, കുറച്ച് കുട്ടികളൊക്കെ വിളിച്ചിരുന്നു. അതായത് 59 മാർക്ക് 58 മാർക്കൊക്കെയാണ് അവർ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത്. പക്ഷെ അവരുടെ പേര് ഈ ഷോർട്ട് ലിസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ശരിക്കും എക്സാം കഴിയുമ്പോഴത്തേക്കും നമ്മൾ മേ ബി കാൽക്കുലേറ്റ് ചെയ്യുന്ന മാർക്കിൽ കുറച്ച് വ്യത്യാസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. പിന്നെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേക്ക് അവിടെ കുറച്ച് എനിക്ക് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ഡിലീഷൻ ഉണ്ടായിരുന്നു. പിന്നെ ചില ആൻസേഴ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം, കറക്റ്റ് ആൻസർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആവും അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ട് ഒരു 5 മുതൽ 10 മാർക്ക് വരെയൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിലുള്ള വ്യത്യാസം ഉണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് അനുസരിച്ചിട്ടായിരുന്നു നമ്മൾ ഈ പറഞ്ഞ കട്ട് ഓഫ് നമ്മൾ പ്രിഡിക്ട് ചെയ്തിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് വ്യത്യാസവും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ ഒരുപാട് കുട്ടികളുണ്ട്, അതായത് രാത്രിയൊക്കെ ഇളച്ചിരുന്ന് പഠിച്ച കുട്ടികൾ, ഒരു വിധത്തിലോ അതായത് സാഹചര്യങ്ങളൊക്കെ വളരെ പ്രതികൂലമായിട്ടും വളരെ കഷ്ടപ്പെട്ട് പഠിച്ച കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ ചില ആൾക്കാർക്കൊന്നും ഈ പറഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല അല്ലേ. കാരണം കഴിഞ്ഞത് കഴിഞ്ഞു പോയി അല്ലെ, കഴിഞ്ഞു പോയി. അപ്പൊ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, നമ്മൾ ഇനി വരുന്ന എക്സാംസിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നോക്കി, ഇതാണ് നമ്മുടെ ഇപ്പൊ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ്, അതിന്റെ അഡ്വൈസ് പോയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. അപ്പൊ നോക്കി, ടോട്ടൽ അഡ്വൈസ്
നമുക്ക് ഇപ്പൊ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 77 അല്ലെ, 77 ആണ്. ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത് ഫെബ്രുവരി മാസം 21 തീയതി 2024 അപ്പൊ 2027 അല്ലെ, 2027 ഫെബ്രുവരി വരെ നമുക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഉണ്ട്. അതിനുശേഷമായിരിക്കും നമ്മുടെ പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരിക. അപ്പൊ ഈ ഷോർട്ട് ലിസ്റ്റിൽ ഇനി നെക്സ്റ്റ് എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് PSC ഓഫീസിൽ നമ്മുടെ ഡോക്യുമെന്റ്സ് വെരിഫിക്കേഷന് വേണ്ടി അല്ലെ, നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടി പോകേണ്ടതായിട്ട് വരും. അതിനുശേഷം ഇന്റർവ്യൂവിന് കോൾ ഫോർ ചെയ്യും. സോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനുശേഷമാണ് നമുക്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റ് നമുക്ക് പബ്ലിഷ് ചെയ്ത് കിട്ടുക അല്ലെ. അപ്പം ഏകദേശം നോക്കി ഇവിടെ 77 പേർക്കാണ് അഡ്വൈസ് വന്നിരിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് റാങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേക്കും ഏകദേശം നല്ല ഒരു എണ്ണം കാൻഡിഡേറ്റ്സിന് പോസ്റ്റിംഗ് ലഭിക്കാൻ അഡ്വൈസ് കിട്ടാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പൊ പല കുട്ടികൾ ഇപ്പം എക്സാമിന് പാസ്സായി അല്ലെങ്കിൽ നല്ല മാർക്കൊക്കെ നേടിയ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ അവര് കുറെ നാൾ അല്ലെ ലോങ് ടേം ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടാവും. സോ ആ രീതിയിലാണ് അവർക്ക് നല്ലൊരു റാങ്ക് അല്ലെങ്കിൽ നല്ലൊരു മാർക്കൊക്കെ നേടാനായിട്ട് കഴിഞ്ഞത്. ഈവൻ ദോ ഞാനും ഈ പറഞ്ഞ അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗ് എക്സാമിനേഷന് വേണ്ടിയൊക്കെ പഠിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഏകദേശം 2 വർഷത്തോളം ഉള്ള പ്രിപ്പറേഷൻസ് ശരിക്കും വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ശരിക്കും നമുക്ക് ആ ഒരു എയിം നമ്മുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ, ആ ഒരു സ്പാർക്ക് നമ്മുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഈ പറഞ്ഞ തോറ്റ് അല്ലെങ്കിൽ പരാജയങ്ങൾ വരുമ്പോൾ നമ്മൾ തോറ്റ് പിന്മാറി ഓടാതെ നമ്മൾ അത് നമുക്ക് എന്തുകൊണ്ടാണ് നമുക്കൊരു മിസ്റ്റേക്ക് വന്നത്, എന്തുകൊണ്ടാണ് നമുക്ക് ഷോർട്ട് ലിസ്റ്റിൽ ഇടം നേടാൻ കഴിയാതെ വന്നത്, നമ്മുടെ ഒരു റൂട്ട് കോസ് നമ്മൾ അനലൈസ് ചെയ്യുക അല്ലെ. എന്തായിരുന്നു നമ്മുടെ മിസ്റ്റേക്ക്, എവിടെയായിരുന്നു നമുക്ക് പിഴച്ചു പോയത് എന്ന് നമ്മൾ അനലൈസ് ചെയ്യുക. അല്ലാതെ നമ്മളെ എനിക്ക് അന്നത്തെ ദിവസം ഇങ്ങനെ ആയിരുന്നു അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് ശപിച്ചിട്ടോ അങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ ചെയ്താൽ നമുക്ക് പിന്നീട് ഒരു പ്രോഗ്രസ് ഉണ്ടാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലേ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് വളരെ ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുക, എന്തായിരുന്നു നമ്മുടെ മിസ്റ്റേക്ക് അല്ലെ, എനിക്ക് ഈ ഒരു എയിമിലേക്ക് എത്തിച്ചേരാനായിട്ട് ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ചിന്തിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു എയിം നമുക്ക് ശരിക്കും ആ ഒരു സ്പാർക്ക് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, നമുക്ക് ആ ഒരു ഗോൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ അത് ഡ്രീം ചെയ്യുക അല്ലെ, അത് നമുക്ക് കിട്ടും എന്ന് നമ്മൾ വിശ്വസിക്കുക. പിന്നെന്ത് ചെയ്യുക, അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുക അല്ലെ, അതിനുവേണ്ടി നമ്മൾ ബിൽഡ് ചെയ്യുക. സോ ദാറ്റ് നമുക്ക് ഒരു ദിവസം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ, നമ്മൾ വിശ്വസിക്കുന്നത് പോലെ നമ്മുടെ ആ ഒരു ഡെസ്റ്റിനിയിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയും. ഇത് ഉറപ്പാണ്. ഇത് ഞാൻ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ്. അപ്പൊ നിങ്ങൾ ആ രീതിയിൽ ഇൻ കേസ് ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്, ചിലപ്പോൾ നമ്മൾ ഈ എക്സാമിന് നെഗറ്റീവ് മാർക്കുകൾ കൂടുതൽ വരുത്തിയിട്ടുണ്ടാവും, ചിലപ്പോൾ ഏതെങ്കിലും സബ്ജക്ട്സ് നമ്മൾ പഠിച്ചു പക്ഷെ റിവൈസ് ചെയ്യാൻ പറ്റാതിരുന്നിട്ടുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പൊ ഏകദേശം ഒരു പകുതി വഴിയിൽ അല്ലെങ്കിൽ ഒരു 60-70% ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി പുറമേക്ക് പോകാതെ അല്ലെങ്കിൽ പുറകിലേക്ക് പോകാതെ എവിടെയാണോ നമ്മൾ ഇപ്പൊ നിൽക്കുക അവിടെ നിന്ന് മുന്നിലേക്ക് പോകാനായിട്ട് അല്ലെ, ഡിസിപ്ലിൻഡ് ആയിട്ട്, കൺസിസ്റ്റന്റ് ആയിട്ട് അല്ലെ, പേഷ്യന്റ് ആയിട്ട്, റിസലൈന്റ് ആയിട്ട്, കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മുന്നിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. നമ്മൾ മുന്നിലേക്ക് പോവുക. സോ ദാറ്റ് നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ ശരിക്കും നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്, നമ്മൾ ആ ഒരു ഡെസ്റ്റിനിയിൽ എത്തിച്ചേരും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻസ് പഠനം ഒക്കെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. എങ്കിൽ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനിയിൽ എത്തിച്ചേരാനായിട്ട് കഴിയും. അപ്പൊ ഇതാണ് എനിക്ക് ഒന്നുകൂടെ പറയാനായിട്ടുള്ളത്. ഈ റാങ്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ ഈ ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതുകൂടാതെ മേ ബി എന്തെങ്കിലും ഒക്കെ ഉള്ള ഒരു മിസ്റ്റേക്ക് വരുത്തിയതിന്റെ പേരിൽ, അല്ലെങ്കിൽ മേ ബി ആ ഒരു ദിവസം ആയിട്ടുണ്ടാവില്ല, എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് അല്ലെ, ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് മേ ബി നമ്മുടെ സ്കോർ ചിലപ്പോൾ ഒന്ന് കുറഞ്ഞു പോയിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ വിഷമിച്ച് പോകാതെ, അല്ലെങ്കിൽ ഞാൻ ഒന്നിനും കൊള്ളില്ല, എനിക്ക് പോസ്റ്റ് കിട്ടില്ല, എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല, അങ്ങനെയൊന്നും ചിന്തിച്ച് നമ്മൾ വിഷമിച്ച് പിന്മാറി പോകാതെ നമ്മൾ ശരിക്കും ആത്മവിശ്വാസത്തോടു കൂടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു പോസ്റ്റിൽ ഒരു ദിവസം എത്തിച്ചേരാനായിട്ട് കഴിയും. ഇത് ഉറപ്പാണ്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് അതിന്റെ പോസിറ്റീവായിട്ട് എടുത്താൽ മാത്രം മതിയാകും കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.